അഴിമതി കേസിൽ കസ്റ്റംസ് സൂപ്രണ്ടിനെതിരെ ഡിജിറ്റൽ തെളിവുകളും കൊച്ചി കസ്റ്റംസ് പ്രിവന്റീവ് ഓഫീസിൽ നടത്തിയ റെയ്ഡിൽ പിടിച്ചെടുത്ത ഡിജിറ്റൽ തെളിവുകളും പരിശോധിക്കും. കസ്റ്റംസ് പ്രിവന്റീവ് സൂപ്രണ്ടായിരുന്ന പ്രമോദ് കുമാർ സവിതയ്ക്കെതിരായ ഭൂമി ഇടപാട് അഴിമതി കേസുകളിലാണ് CBI അന്വേഷണം. മിഥുൻ അയ്യപ്പൻ ചേരുന്നുണ്ട്. മിഥുൻ, അഴിമതി കേസിൽ കസ്റ്റംസ് സൂപ്രണ്ടിനെതിരെ ഡിജിറ്റൽ തെളിവുകളും ഉണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ ഭൂമി ഇടപാടുകളുമായി ബന്ധപ്പെട്ടുള്ള അഴിമതി കേസുകളിലാണല്ലോ നിലവിൽ CBI അന്വേഷണം പുരോഗമിക്കുന്നത്. എന്താണ് ഏറ്റവും ഒടുവിലായി മനസ്സിലാക്കാൻ കഴിയുന്നത്? തീർച്ചയായിട്ടും കരിപ്പൂർ വിമാനത്താവളത്തിലെ സ്വർണ്ണ കടത്തുമായി ബന്ധപ്പെട്ടാണ് ഇയാൾക്കെതിരെ പ്രമോദ് കുമാർ സവിതയ്ക്കെതിരെ അന്വേഷണത്തിന്റെ ഭാഗമായി ഇയാളെ ഇത്തരത്തിൽ സ്ഥലം മാറ്റിയത്. കൊച്ചിയിലെ കസ്റ്റംസ് പ്രിവന്റീവ് ഓഫീസിലേക്കായിരുന്നു സ്ഥലം മാറ്റം നടത്തിയിരുന്നത്. പിന്നീട് ഇയാളുമായി ബന്ധപ്പെട്ട് ബീഹാറിലുള്ള ഒരു ഭൂമി ഇടപാടിനുമായി ബന്ധപ്പെട്ടാണ് ഇയാൾക്കെതിരെ ഇപ്പോൾ വ്യാപകമായിട്ടുള്ള പരിശോധനകളും എല്ലാം തന്നെ നടത്തിയത്. ഇയാളുടെ ഓഫീസായിട്ടുള്ള കൊച്ചിയിലെ കസ്റ്റംസ് പ്രിവന്റീവ് ഓഫീസിലടക്കം ഇത്തരത്തിൽ പരിശോധന നടത്തിയിരുന്നു. ഈ പരിശോധനയുടെ ഭാഗമായി കണ്ടെത്തിയ ചില തെളിവുകളിൽ നിർണായകമായിട്ടുള്ളത് ഡിജിറ്റൽ തെളിവുകളാണ് എന്നാണ് കണ്ടെത്തിയിട്ടുള്ളത്. ഈ ഡിജിറ്റൽ തെളിവുകൾ ഇയാളുടെ ഓഫീസിലെയും മറ്റുമുള്ള ലാപ്ടോപ്പുകളിലെയും എല്ലാമുള്ള രേഖകൾ പകർത്തിയെടുത്തിരുന്നു. ഈ അന്വേഷണ സംഘം, പരിശോധന നടത്തിയ സംഘം പകർത്തിയെടുത്തിരുന്നു. ഒപ്പം തന്നെ ഇതിൽ നിന്നുള്ള ഹാർഡ് ഡിസ്കുകളെല്ലാം തന്നെ പകർത്തിയെടുത്താണ് അവർ മടങ്ങിയത്. ഇവ കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ട്. ഇവ വിശദമായി പരിശോധിക്കുന്നതിന് വേണ്ടി കോടതിയിൽ നിന്ന് കസ്റ്റഡിയിൽ വാങ്ങും എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിനുശേഷം വിശദമായിട്ടുള്ള പരിശോധന നടത്തും. ഏറ്റവും നിർണായകമാകുന്നത് ഈ ഡിജിറ്റൽ തെളിവുകളാണ് എന്നുള്ളതാണ്. ഇയാളുടെ പണമിടപാട് സംബന്ധിച്ച കാര്യങ്ങളെല്ലാം തന്നെ, ഒപ്പം തന്നെ ഇയാൾ ചിലരുമായി നടത്തിയ ആശയവിനിമയങ്ങളെല്ലാം ഇത്തരത്തിൽ ഈ ഡിജിറ്റൽ തെളിവുകൾ ഇതിൻ്റെ ഭാഗമായിട്ടുണ്ടാകും എന്നാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. ഇതിൻ്റെ കൂടുതൽ വ്യക്തമായിട്ടുള്ള അന്വേഷണത്തിലേക്ക് കടക്കുന്നു എന്നുള്ളത് തന്നെയാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒപ്പം തന്നെ ഇയാളുമായി ബന്ധപ്പെട്ട സ്വത്തിടപാടുകൾ CBI ഇതുമായി ബന്ധപ്പെട്ട വിശദമായിട്ടുള്ള അന്വേഷണത്തിലേക്ക് കടക്കുന്നുണ്ട്. ഇയാളുടെ സ്വത്ത് വിവരങ്ങൾ, ഇയാൾ ആദായ നികുതിയിൽ കാണിച്ചിട്ടുള്ള സ്വത്ത് വിവരങ്ങൾക്കപ്പുറത്തേക്ക് ഇയാൾ സമ്പാദിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളിലേക്കുള്ള തെളിവുകൾ ശേഖരിക്കുന്നതിനാണ് ഇപ്പോൾ അന്വേഷണ സംഘം പ്രധാനമായിട്ടുള്ള ശ്രദ്ധ നൽകിയിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ടുള്ള രേഖകളിലേക്കാണ് ഇപ്പോൾ പരിശോധന നടക്കുന്നത്. മറ്റു രേഖകൾ കൂടി പരിശോധിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇതിനപ്പുറത്തേക്ക് ഇയാൾ മറ്റെവിടെയെങ്കിലും സ്വത്തുകൾ അനധികൃതമായി സമ്പാദിച്ചിട്ടുണ്ട് എന്നത് സംബന്ധിച്ചിട്ടുള്ള അന്വേഷണവും ഇപ്പോൾ നടത്തുന്നുണ്ട് എന്നുള്ളതാണ്. CBI ഇത് സംബന്ധിച്ച് വിശദമായിട്ടുള്ള തെളിവ് ശേഖരണത്തിലേക്ക് കടക്കുന്നു എന്നുള്ളത് തന്നെയാണ് നമുക്കിപ്പോൾ ഈ ഘട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. 2021 ഇത്തരത്തിൽ വിമാനത്താവളത്തിൽ നടത്തിയ പരിശോധനയിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള ഈ കേസുമായി ബന്ധപ്പെട്ടല്ലാതെ തന്നെ നിരവധി ക്രമക്കേടുകൾ CBI ആ ഘട്ടത്തിൽ കണ്ടെത്തിയിരുന്നു. സമാനമായിട്ടുള്ള വലിയൊരു നീക്കത്തിലേക്ക് തന്നെയാണ് ഇപ്പോൾ അന്വേഷണ സംഘം നീങ്ങിയിരിക്കുന്നത്. മിഥുൻ, ഒരു പ്രേക്ഷകന്റെ കമന്റ് ഒന്ന് ഞാൻ വായിക്കുകയാണ് കേട്ടോ. മിഥുൻ അയ്യപ്പനെ വീണ്ടും ഒരു അവാർഡ് കിട്ടിയതിൽ വളരെ സന്തോഷം, അദ്ദേഹത്തിന് അഭിനന്ദനങ്ങൾ നേരുന്നു. അപ്പോൾ ഞങ്ങളുടെ അഭിനന്ദനങ്ങൾ. എന്താണ് പ്രേക്ഷകരോട് പറയാനുള്ളത്? ഇത് എത്രാമത്തെ അവാർഡാണ്? ഇങ്ങനെ അവാർഡ് വാരിക്കോരുവാണ് ജനം TVയുടെ സീനിയർ റിപ്പോർട്ടർ. അവാർഡുകൾ വാരിക്കോരുന്നൊന്നുമില്ല. എന്തായാലും ഇത്തരത്തിൽ അഭിനന്ദനങ്ങൾ അറിയിച്ചതിന് നന്ദി. പ്രേക്ഷകർക്കും നിങ്ങൾക്കും എല്ലാം തന്നെ നന്ദി. പക്ഷേ ഇത് അടുപ്പിച്ച് 2 അവാർഡ് കിട്ടിയപ്പോൾ ഒരുപാട് അവാർഡുകൾ വാങ്ങുന്നതായിട്ട് ആളുകൾക്ക് തോന്നുന്നതാണ്. ആദ്യത്തെ ഒരു കഥയ്ക്കായിരുന്നു അവാർഡ് കിട്ടിയത്. ഇപ്പോൾ മാധ്യമപ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ജവഹർലാൽ നെഹ്റു കൾച്ചറൽ സൊസൈറ്റിയുടെ അവാർഡ് ലഭിച്ചത്. അത് ഇന്ന് വൈകിട്ട് 4 മണിക്ക് കോട്ടയത്ത് സീസർ പാലസ് ഹോട്ടലിൽ വെച്ചാണ് അവാർഡ് ഏറ്റുവാങ്ങുന്നത്. അഭിനന്ദനം അറിയിച്ച ആളുകളെല്ലാം അവിടേക്ക് എത്തിച്ചേരാൻ വേണ്ടി ക്ഷണിക്കുകയാണ് ഇപ്പോൾ. ഓക്കെ, അപ്പൊ എന്തായാലും ഇനി ഒരു അവാർഡ് വാങ്ങാനുള്ള എന്തെങ്കിലും അണിയറ നീക്കങ്ങൾ അങ്ങനെ നടക്കുന്നുണ്ടോ? എന്താണ് അടുത്ത എക്സ്ക്ലൂസീവ് ഞങ്ങൾക്കായി കൊണ്ടുവരുന്നത് പ്രേക്ഷകർക്കായി? തീർച്ചയായിട്ടും നിരന്തരം പ്രേക്ഷകരുമായിട്ട് സംവദിച്ചുകൊണ്ടിരിക്കുക. അവാർഡുകളൊക്കെ അതിൻ്റെ ഭാഗമല്ലേ, പിന്നാലെ എന്നുള്ളതല്ലേ. അവാർഡുകളൊന്നുമല്ല, നല്ല വാർത്തകൾ ആളുകളിലേക്ക് എത്തിക്കുക എന്നുള്ളത് മാത്രമാണ്. ഓക്കെ, അതിനെല്ലാ ആശംസകളും മിഥുൻ. താങ്ക് യു. അങ്ങനെ മിഥുൻ അവാർഡ് പങ്കുവെച്ച വിശേഷങ്ങളൊക്കെ പറയുകയായിരുന്നു. ഇനി ഒരുപാട് അവാർഡുകൾ അദ്ദേഹത്തിന് സ്വന്തമാക്കാൻ കഴിയട്ടെ. ഇനി